ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 പുതുവർഷ ഫലം. അത് വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർക്കും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും 2025 എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും 2025 ആ ഗ്രഹസ്ഥിതികൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഗ്രഹങ്ങളെ നമ്മൾ രണ്ടായിട്ട് കാണുക. സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളും വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളും. അതിൽ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുടെ മാറ്റം വളരെ സ്വാധീനം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ശനി, രാഹു, കേതു, ഗുരു. അതിൽ ശനിയെപ്പറ്റി പറയുകയാണെങ്കിൽ വൃശ്ചികക്കൂറുകാർക്ക് ശനി മാർച്ച് വരെ 4 നിൽക്കുകയാണ്, കണ്ടകസ്ഥാനത്ത് നിൽക്കുകയാണ്, കണ്ടക ശനിയാണ്. അതിനുശേഷം 5 രാശി മാറുന്നു. രാഹു ആണെങ്കിൽ മെയ് പകുതി വരെ 5 അതിനുശേഷം ആ രാഹു 4 രാശി മാറുന്നു. കേതു ആണെങ്കിൽ മെയ് പകുതി വരെ 11 നേട്ടത്തിൻ്റെ സ്ഥാനത്ത്. അതിനുശേഷം ആ കേതു 10 രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ മെയ് പകുതി വരെ 7 അതിനുശേഷം ഒക്ടോബർ പകുതി വരെ ആ ഗുരു അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. അതിനുശേഷം ഡിസംബർ ആദ്യവാരം വരെ 9 രാശി മാറുന്നു. ഡിസംബർ ആദ്യവാരം കഴിയുമ്പോൾ വക്രത്തിൽ വീണ്ടും ആ ഗുരു അഷ്ടമത്തിലേക്ക് രാശി മാറി വരുന്നു. ഇനി നമുക്ക് ചൊവ്വാഗ്രഹത്തിൻ്റെ സ്ഥിതി നോക്കാം. ചൊവ്വാഗ്രഹം ആണെങ്കിൽ വർഷാരംഭത്തിൽ 9 ക്രമേണ ജൂൺ ആദ്യവാരം വരെ ആ ചൊവ്വാഗ്രഹം 8, 9 രാശികളിൽ വക്രത്തിലും നേർ സഞ്ചാരത്തിലുമായിരിക്കും. അതിനുശേഷം അത് മുന്നോട്ടുള്ള രാശികളിലേക്ക് രാശി മാറുന്നു. ഇനി സൂര്യൻ്റെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ വർഷാരംഭത്തിൽ ആ സൂര്യൻ 2 ക്രമേണ പ്രതിമാസം 3 മുതൽ മുന്നോട്ടുള്ള രാശികളിലോട്ട് രാശി മാറുന്നു. ഇനി ബുധനും ശുക്രൻ്റെ സ്ഥിതി എടുക്കുമ്പോൾ വർഷാരംഭത്തിൽ 2, 4 രാശികളിലാണ് നിൽക്കുന്നത് ബുധനും ശുക്രനും. ക്രമേണ അവ മുന്നോട്ടുള്ള രാശികളിലോട്ട് രാശി മാറുന്നു. അപ്പോൾ ഇതാണ് 2025 വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും വരാവുന്ന ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ചുള്ള ഒരു വർഷഫലമാണ് ഇവിടെ പറയുന്നത്. ഇതൊരു പൊതുഫലമായിട്ട് കാണണം. അതേസമയം ഈ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും 2025 നടക്കുന്ന ദശ ഏതാണ്, അപകാരം ഏതാണ്, അതുപോലെ ഛിദ്രം ഏതാണ്, അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ, ഇതൊക്കെ ആശ്രയിച്ച് ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ ഗുണാനുഭവം കൂടാനും സാധ്യതയുണ്ട്, ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ആദ്യം നമുക്ക് ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും 2025 അവരുടെ ആരോഗ്യസ്ഥിതി ആദ്യം നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ഇപ്പോൾ ജന്മരാശ്യാധിപൻ ചൊവ്വയാണ്. വർഷാരംഭത്തിൽ 9 നീചരാശിയിലാണ്. ജനുവരി അവസാനം മുതൽ മാർച്ച് വരെ ആ ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. കുജൻ 6ാം ഭാവാധിപനും കൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ദോഷമല്ല, വിപരീത രാജയോഗമാണ്. അതുപോലെ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് മെയ് പകുതി വരെ. മാർച്ച് നമ്മൾ ഈ 4ാം ഭാവാധിപനായിട്ടുള്ള ശനി 4 നിന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യ 3 മാസം നമ്മൾ യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ചിലർക്ക് ഈ നാഭിക്ക് താഴെ എന്തെങ്കിലും ക്ലേശങ്ങൾ, പൈൽസിൻ്റെ പ്രശ്നമുള്ളവർ, അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉള്ളവർ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉള്ളവർ, അതുപോലെ BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ, ഇവരെല്ലാം അല്പം ശ്രദ്ധിക്കണം. അവർ ടൈംലി ആയിട്ടുള്ള മെഡിക്കൽ കെയർ എടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ
ഗുരു ദിഷ്ടി ജന്മരാശിയിൽ ഉള്ള സമയമായതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും വയസ്സാകില്ല. അവയൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആരോഗ്യസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും. മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ രാഹു ഗുരു ഇവയൊക്കെ രാശി മാറുന്നുണ്ട്. രാഹു 4ലേക്ക് മാറുന്നു, ഗുരു 8ലേക്ക് മാറുന്നു. അത് നമുക്ക് കുടുംബത്തിലൊക്കെ ഒരു സുഖക്കുറവ് ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഒരു മാനസികമായിട്ടുള്ള ടെൻഷൻ, ചിലർക്ക് സന്താനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. കാരണം 5ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഒരു മാനസിക ടെൻഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ പ്രത്യേകിച്ച് ഒക്ടോബർ പകുതി വരെ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ വരെ നമ്മൾ കഴിവത് ഈ ദൂരയാത്രകളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഡ്രൈവിങ് ഇവയിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന വർഷമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് 2025 ഈ വൃശ്ചികക്കുറുകാരുടെയും വൃശ്ചികലഗ്നക്കാരുടെയും തൊഴിൽപരമായിട്ടുള്ള ആ തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. വർഷാരംഭത്തിൽ ജന്മരാശ്യാധിപൻ 9ലാണ്, പക്ഷെ നീചസ്ഥിതനാണ്. അതുപോലെ കർമ്മഭാവാധിപൻ ധനസ്ഥാനത്ത്, അത് തൊഴിൽപരമായിട്ട് ഗുണാനുഭവമൊക്കെ ഉണ്ടാകും തുടക്കത്തിൽ. ക്രമേണ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം അഷ്ടമത്തിൽ വരുന്നു. അത് തൊഴിലിടത്ത് ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ 6ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്കൊക്കെ വരുന്നത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാകും. മാർച്ചൊക്കെ കഴിയുമ്പോൾ കർമ്മകാരകനായിട്ടുള്ള ശനി 5ലേക്ക് മാറുന്നു. അപ്പോൾ ഈ കർമ്മഭാവാധിപൻ ആയിട്ടുള്ള സൂര്യനാണെങ്കിൽ ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് തൊഴിലിടത്ത് കാര്യക്ഷമ കൂടുന്നതിന് സഹായകമാകും. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് ഫെബ്രുവരി മുതൽ മെയ് വരെ തൊഴിൽ സാധ്യത കൂടുന്നു, അതിനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. പൊതുവെ മെയ് പകുതി വരെ ഗുരു ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉള്ളത് ഈ തൊഴിലിടത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ നമുക്ക് സഹായകമാകും. എങ്കിലും മെയ് പകുതി വരെ രാഹു 5ലായതുകൊണ്ട് നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് തീരുമാനം എടുക്കുമ്പോൾ ഒരു കെയർ വേണം. തൊഴിൽ മാറ്റത്തിനായാലും നമ്മളൊരു തീരുമാനം എടുക്കുമ്പം ഒരു 5ലെ രാഹു നമ്മളെ പലതിലേക്കും പ്രേരിപ്പിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ വേണം. സഡൻ ഡിസിഷൻ ഒഴിവാക്കണം. ഇപ്പോൾ തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർ മുതിർന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് ആ തൊഴിൽ മാറ്റം ഗുണം ചെയ്യുമോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത്തരത്തിലുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടത്. അതുപോലെ കഴിവതും മുതിർന്നവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പോകാൻ ശ്രദ്ധിക്കുക. മെയ് കഴിയുമ്പോൾ ഒക്ടോബർ പകുതി വരെ ഗുരു 8ലാകുന്നതിനാൽ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ജൂൺ പകുതി മുതൽ ജൂലൈ പകുതി വരെ തൊഴിൽ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ച് വേണം അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കൊക്കെ വിധേയമാകേണ്ടത്. പൊതുവെ തൊഴിലൊരു സുഖക്കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. സൂര്യനൊക്കെ അഷ്ടമത്തിലാണ് ആ സമയത്ത്. അതുപോലെ ജൂലൈ അവസാനം വാരം, അതുപോലെ ആഗസ്റ്റ് സെപ്റ്റംബർ, ഇതൊക്കെ ഈ പ്രത്യേകിച്ച് ഈ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും അത് തൊഴിലിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം. ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ ആദ്യം വരെ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമുക്ക് 2025 ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ മെയ് വരെ 4ഉം 5ഉം ഭാവരാശികളിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി അവസാനം മുതൽ ശുക്രൻ 5ൽ ഉച്ചസ്ഥിതനാണ്. 2, 5 ഭാവാധിപൻ ഗുരു 7ലാണ്. ശുക്രനും ഗുരുവും ഒക്കെ പരിവർത്തന യോഗത്തിലാണ്. അപ്പോൾ ബിസിനസ്സിൽ നല്ല പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ് വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളുണ്ടാകും, വരുമാനം കൂടും, ലാഭ വർധനവും ലാഭവിഹിതവും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതിന് സാധ്യതയുണ്ട് ചിലർക്ക്.
അതുപോലെ ഈ പുത്തൻ ബിസിനസ്സിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ജൂൺ മാസം പൊതുവെ ഒരു അനുകൂല സാഹചര്യം കാണുന്നില്ല. ജൂലൈ അനുകൂല സാഹചര്യം ഉണ്ടാകും. അതേസമയം 5-ലൊക്കെ രാഹു മെയ് പകുതി വരെ ഉള്ളതിനാൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. മുതിർന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് വേണം ആ ബിസിനസ് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. കഴിവതും തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി പോകാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. മെയ് പകുതി കഴിയുമ്പോൾ ഗുരു 8-ലേക്കാണ് രാശി മാറുന്നത്. ഒക്ടോബർ പകുതി വരെ ആ ഗുരു അഷ്ടമത്തിലായിരിക്കും. ആ സമയമൊക്കെ ബിസിനസ്സുകാർക്ക്, പ്രത്യേകിച്ച് ശുക്രൻ 7-ാം ഭാവാധിപനാണ്, ആ ശുക്രൻ 8 നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ശ്രദ്ധയൊക്കെ വേണം. ജൂലൈ അവസാനം മുതൽ ആഗസ്റ്റ് അവസാനം വരെ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്, ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ. അത് കഴിഞ്ഞാൽ പൊതുവെ ബിസിനസ്സിൽ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം വിദേശ ബിസിനസ്സുകാർക്ക് 2025 വലിയ പ്രയാസങ്ങളില്ലാത്ത ഗുണാനുഭവം ഉണ്ടാകുന്ന വർഷമായിട്ട് കാണുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക് 2025 വൃശ്ചികക്കൂറുകാരും ലഗ്നക്കാരുമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സ്ഥിതി ഇന്ന് നോക്കാം. ഇപ്പോൾ 5-ൽ രാഹു, 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ 7-ൽ, 4-ാം ഭാവാധിപനായിട്ടുള്ള ശനി 4-ൽ തന്നെ മാർച്ച് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ മാർച്ച് ഏപ്രിൽ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ നീചസ്ഥിതനാണ്. നീചരാശ്യാധിപനായിട്ടുള്ള ആ വ്യാഴം കേന്ദ്ര രാശിയിൽ വന്നതുകൊണ്ട് അതൊരു നീചഭംഗത്തിന് വഴിതെളിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പൊതുവെ ടാലൻറ്റ്, മെമ്മറി പവർ, അതുപോലെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ വർഷത്തിൻ്റെ ആദ്യ പകുതി കൂടുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം. ഫെബ്രുവരി മുതൽ മെയ് വരെ പ്രത്യേകിച്ച് ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും. അവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമായിട്ട് വർഷത്തിൻ്റെ ആദ്യ പകുതി കാണുന്നുണ്ട്. എങ്കിലും 5-ൽ രാഹു ചില കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് വരാം. ചിലപ്പോൾ പഠന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷനോ അതുപോലെ തർക്കങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അത് മുതിർന്ന സീനിയർ അധ്യാപകരുമായിട്ട് അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ ഗൈഡൻസ് സ്വീകരിച്ചു പോകാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. പഠന സംബന്ധമായിട്ട് കഴിവതും സഡനായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് കഴിവതും ഒഴിവാക്കണം. ഇപ്പോൾ ചിലപ്പോൾ നമ്മളേക്ക് ചില കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട, നമുക്ക് തോന്നിയതുപോലെ ഒരു കോഴ്സ് സെലക്ഷനൊക്കെ നടത്തും. അപ്പോൾ ആ കോഴ്സ് നമുക്ക് ഗുണം കിട്ടുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ളവരോട് കൺസൾട്ട് ചെയ്ത് അവരുടെ അഭിപ്രായമൊക്കെ സ്വീകരിച്ച് വേണം അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുപോലെ തന്നെ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ജൂണിൽ 8-ാം ഭാവാധിപനായിട്ടുള്ള 8-ാം ഭാവാധിപൻ 8-ൽ വരുന്നുണ്ട്. ഇപ്പം മെയ് ജൂൺ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഗവേഷണം അതുപോലെയുള്ള റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസമൊക്കെ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ പൊതുവെ ഗുണാനുഭവമൊക്കെ കൂടുന്ന സമയമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയും അതുപോലെ ഒക്ടോബർ മുതൽ ഡിസംബർ ആദ്യം വരെ ഉള്ള സമയമൊക്കെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ അഭ്യസിക്കുന്നവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്ത് ഉന്നത പഠനം, ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മുതൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നു. ഇനി 2025 വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും അവരുടെ ധനസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം. ഇപ്പോൾ 11-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ വർഷാരംഭത്തിൽ 2-ലാണ് നിൽക്കുന്നത്. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം ഉണ്ടാക്കും. അതുപോലെ 2-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7-ൽ നിൽക്കുന്നു. ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു, 11-ലും ദൃഷ്ടി ചെയ്യുന്നു. അതൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിതെളിക്കും. അത്യപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ ആ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പൊതുവെ നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമത്തിന് സാധ്യതയുള്ളതാണ് വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത്. മാർച്ചിൽ ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഈ 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ
നീചസ്ഥിതനായിട്ടാണ് വരുന്നത് എങ്കിലും ആ ബുധന് നീചഭംഗം വരുന്നുണ്ട്. അപ്പോൾ ആ നീചഭംഗം ബുധന് വരുന്നത് കൊണ്ട് ധനവരവിൽ തടസ്സം ഉണ്ടാകില്ല, ധനപരമായിട്ടൊരു സുസ്ഥിരത അവർക്ക് പ്രതീക്ഷിക്കാം. അതേസമയം മെയ് പകുതി കഴിയുമ്പോൾ രണ്ടാം ഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു അഷ്ടമത്തിലേക്ക് മാറുന്നു. ഒക്ടോബർ പകുതി വരെ ആ ഗുരു അഷ്ടമത്തിലായിരിക്കും. എങ്കിലും ജൂലൈ മുതൽ ഒക്ടോബർ വരെ ധനവിനിയോഗത്തിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അപ്പോൾ 8 നിൽക്കുന്ന ഗുരു 2ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ രണ്ടാം ഭാവാധിപൻ തന്നെ അഷ്ടമത്തിൽ നിന്ന് 2ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ധനവരവ്, ധനനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. അത് ചിലപ്പോൾ മുൻകാല ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ഉണ്ടാകുന്ന ധനനേട്ടമാകുക, ചിലപ്പോൾ ജോയിൻ്റ് അസറ്റുകൾ പുനർവിനിയോഗം ചെയ്യുക വഴി അതുവഴി ഉണ്ടാകുന്ന ധനനേട്ടമാകാം, ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇൻഷുറൻസ് വഴി കിട്ടുന്നതോ അല്ലെങ്കിൽ ഭാഗ്യക്കുറി വഴി ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നതോ ഒക്കെ ആകാം. അപ്പോൾ അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതേസമയം ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ ആദ്യം വരെ ഈ കൂടുതൽ ധനനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. കാരണം രണ്ടാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന സമയമാണ്. ആ രണ്ടാം ഭാവാധിപൻ ഉച്ചരാശിയിലേക്കാണ് ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ ആദ്യം വരെ നിൽക്കുന്നത്. ആ സമയം ധനപരമായിട്ട് വലിയ ഭാഗ്യാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെയ് പകുതിക്ക് ശേഷം ഗുരു 12 ദൃഷ്ടി വരുന്നുണ്ട് എന്നുള്ളതിനാൽ ഈ പ്രത്യേകിച്ച് ഈ 8 നിൽക്കുന്ന ഗുരു 12ലേക്ക് ദൃഷ്ടി ചെയ്യണം. അപ്പം നമ്മൾ പൊതുവെ ഈ 12ലേക്കൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ചിലവുണ്ടാകാം, പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പണച്ചെലവ് ആ സമയത്തുണ്ടാകാം. അത് ഭാവിയിൽ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി 2025 ഈ വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതമൊക്കെ ഈ കുറുവാർക്കും ലഗ്നക്കാർക്കും ഒക്കെ എങ്ങനെയാകും നോക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി അനുകൂല സമയമായിരിക്കും. കാരണം 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നു. അതുപോലെ ശുക്രന് ഇരിപ്പിടം കൊടുത്ത ഗുരു ആണെങ്കിൽ 7ൽ നിൽക്കുന്നു. അപ്പോൾ ആ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുകയാണ്. ആ ഗുരു ആണെങ്കിൽ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് നല്ല ജീവിത പങ്കാളിയെ, സാമ്പത്തിക ശേഷിയുള്ള ജീവിത പങ്കാളിയെ, പരിജ്ഞാനമുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത്. എങ്കിലും 5ലൊക്കെ രാഹു ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധയൊക്കെ കൊടുത്തു പോകണം. ചിലർക്ക് പ്രണയവിവാഹത്തിനും സാധ്യതയുള്ള സമയമാണ്. മെയ് പകുതി കഴിയുമ്പോൾ ഈ ഗുരു അഷ്ടമത്തിലേക്ക് മാറുകയാണ്. ജൂലൈ അവസാനം ആഗസ്റ്റ് ആദ്യ 3 വാരം ആ ശുക്രനൊക്കെ 8ലേക്ക് മാറുന്നു. ഈ സമയം ആലോചനകൾക്ക് തടസ്സങ്ങളുണ്ടായെന്ന് വരാം. അതുപോലെ ദാമ്പത്യ ബന്ധത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പൊതുവേ ദാമ്പത്യ ബന്ധമൊക്കെ സന്തോഷകരമാകും. ദമ്പതിമാർക്ക് പ്രത്യേകിച്ച് പരസ്പര ബഹുമാനം, അതുപോലെ തന്നെ ഐക്യം, അവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും വർഷത്തിൻ്റെ ആദ്യ പകുതി. അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനും പൊതുവെ അനുകൂല സമയമായിരിക്കും ആ 7ലെ ഗുരു നിൽക്കുന്നതും ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നതും ഒക്കെ നമുക്ക് അനുകൂല സമയമാണ്. ഈ അതേസമയം 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചരാശിയിൽ 5ൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഏത് ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ വളരെ കെയർ വേണം. നമ്മൾ ചിലപ്പോൾ അവരുടെ ട്രാപ്പിലൊക്കെ പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത്തരത്തിലുള്ള ചിന്തകൾ കൂടുന്ന സമയമായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു ഒന്നിലധികം ബന്ധമൊക്കെ ചിലപ്പോൾ വന്നു വിട്ടു എന്ന് വരാം. അപ്പോൾ അത് ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം. ഇപ്പം മെയ്യിൽ ഗുരു 7 നിന്ന് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. അതുപോലെ മാർച്ച് മുതൽ 7ലേക്ക് ശനിയുടെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. മാർച്ച് മുതൽ 7ലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നു എങ്കിലും ആ 7ൽ ഗുരു സ്ഥിതി ചെയ്യുന്നു മെയ് പകുതി വരെ. അതുകൊണ്ട് മെയ് പകുതി വരെ അത് ദോഷം ചെയ്യില്ല. മെയ് പകുതി കഴിയുമ്പോൾ ആ 7ൽ ഗുരു ഇല്ല, പിന്നെ അവിടെ ശനിയുടെ ദൃഷ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് 7ാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ ഒരു ശ്രദ്ധയൊക്കെ വേണം. ആ ശനിയുടെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. അതുപോലെ ജൂലൈ മാസമൊക്കെ ആ സമയത്തൊക്കെ ഒരു
ഒരു കെയർ നമുക്ക് വേണം. ജൂലൈ മാസം, അതുപോലെ നവംബർ മാസം, ഇതിലൊക്കെ നമുക്ക് ഒരു ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ഇനി കുടുംബജീവിതം പൊതുവെ വലിയ പ്രശ്നങ്ങൾ ഒന്നും കാണുന്നില്ല. ഫെബ്രുവരി മുതൽ മാർച്ച് പകുതി വരെ, ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെ, പ്രത്യേകിച്ച് ആ 4 ശനിയുണ്ട്. ആ 4 സൂര്യനും കൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ ശനി രവിയൊക്കെ പൊതുവെ ശത്രുഗ്രഹങ്ങളും കൂടെയാണ്. അപ്പോൾ ആ ഫെബ്രുവരി പകുതി മാർച്ച് പകുതി ആ സമയത്തൊരു കെയർ വേണം. അത് കഴിഞ്ഞാൽ മെയ് പകുതി വരെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. മെയ് പകുതി കഴിയുമ്പോൾ രാഹു 4 വരുന്നു, ഗുരു 8 മാറുന്നു. അപ്പോൾ ഗുരു ആണെങ്കിൽ 2ാം ഭാവാധിപനും കൂടെയാണ്, 8 മാറുന്നു. 2 ആ ഗുരു ദൃഷ്ടിയുണ്ട്. അപ്പോൾ അത് കുടുംബത്തിൽ ഇപ്പോൾ ചിലർക്ക് ഈ 2ാം ഭാവാധിപനാണ് അഷ്ടമത്തിൽ ചെന്ന് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് മുഖാന്തരമുള്ള ഒരു പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ഒരു സന്തോഷക്കുറവൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിലും ഗുരു 2ഉം 4ഉം രാശികളൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആയതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം. കുടുംബജീവിതമൊക്കെ പൊതുവെ നമുക്ക് സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ചില അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുന്നതിനും ഒക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീടോ വാഹനമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണം, അല്ലെങ്കിൽ വയ്ക്കണം, അല്ലെങ്കിൽ വീട് പുതുക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ഗുരുവിൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും 4 രാഹു ഉള്ളതിനാൽ ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒക്കെ നമ്മൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞതെല്ലാം ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറും വൃശ്ചിക ലഗ്നവും. അപ്പോൾ നമുക്കിവിടെ ഒരു സംശയം വരാം, വൃശ്ചികക്കൂറിൽ പെടുന്ന എല്ലാവരും വൃശ്ചിക ലഗ്നക്കാരായിരിക്കുമോ? നമുക്ക് വ്യക്തമായിട്ടും പറയാം, കുറച്ച് പേര് വൃശ്ചിക ലഗ്നക്കാരാകാം, മറ്റുള്ളവരെല്ലാം വ്യത്യസ്ത ലഗ്നരാശിക്കാരാകാം. അപ്പോൾ ഈ വൃശ്ചികക്കൂറിൽ പെടുന്ന വ്യത്യസ്ത ലഗ്നരാശിക്കാരാണെങ്കിൽ അതിൽ ഏതെല്ലാം ലഗ്നരാശിക്കാർക്കായിരിക്കും 2025 ഗുണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അത്രത്തോളം ഗുണം ഉണ്ടാകാത്തത്, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വൃശ്ചികക്കൂറിൽ പെടുന്ന ഇടവ ലഗ്നക്കാർ, മിഥുന ലഗ്നക്കാർ, കർക്കിടക ലഗ്നക്കാർ, അതുപോലെ കന്നി ലഗ്നവും തുലാ ലഗ്നക്കാർ, മകര ലഗ്നക്കാർ, ഈ ലഗ്നക്കാർക്ക്, വൃശ്ചികക്കൂറുകാരായ ഈ ലഗ്നക്കാർക്ക് 2025 അവർക്ക് നടക്കുന്ന ദേശീയ അവകാരമൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിന്ന് ഗ്രഹങ്ങളുടേത് ആണെങ്കിൽ തീർച്ചയായിട്ടും 2025 അവർക്ക് ഗുണാനുഭവം കൂട്ടും എന്ന് തന്നെ പറയാം. അതേസമയം മറ്റ് ലഗ്നക്കാർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ മേടലഗ്നം, അതുപോലെ ചിങ്ങലഗ്നം, അതുപോലെ ധനുലഗ്നം, കുംഭലഗ്നം, അതുപോലെ മീനലഗ്നം, അപ്പോൾ ഇത്തരം ലഗ്നക്കാർക്ക് മറ്റു ലഗ്നക്കാർക്ക് കിട്ടുന്ന അത്ര ഗുണാനുഭവം 2025 ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ചില ലഗ്നക്കാർക്ക് വളരെ ഗുണാനുഭവം കൂടും, ചില ലഗ്നക്കാർക്ക് ഗുണാനുഭവം കുറയും. അപ്പോൾ ഇതാണ് 2025 പൊതുവായിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം.